മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുവാൻ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ധാരണ. മാർച്ച് 9-ന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഈ പ്രമേയം ലോക്സഭയിൽ കൊണ്ടുവരുവാനാണ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. SIRന്റെ പേരിൽ ജ്ഞാനേഷ് കുമാറും പ്രതിപക്ഷ പാർട്ടികളും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുന്നതിനിടെയാണ് ഇന്ത്യ സഖ്യ മുന്നണി ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനെതിരെ പുതിയ നീക്കത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ജ്ഞാനേഷിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വച്ചത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ ആവശ്യത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്സഭയിൽ സ്പീക്കർക്കെതിരെ ഈ കോൺഗ്രസ് പാർട്ടി നൽകിയ ഈ നോട്ടീസിനെ തൃണമൂൽ കോൺഗ്രസ് പിന്തുണച്ചിരുന്നില്ല. എന്നാൽ ജ്ഞാനേഷ് കുമാറിനെതിരെ മമതാ ബാനർജിയുടെ പാർട്ടി കൊണ്ടുവരുന്ന ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കും. ഇതിന് പ്രതിഫലമായി അല്ലെങ്കിൽ ഇതിന് പകരമായി സ്പീക്കർക്കെതിരായ പ്രമേയത്തിന്, കോൺഗ്രസ് പ്രമേയത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണ വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിൽ അനുകൂലമായ തീരുമാനം മമതയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചനകൾ. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മാർച്ച് 1-ാം വാരമോ 2-ാം വാരമോ കേരളവും ബംഗാളും ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനിടയിലാണ് ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയം എന്നാവശ്യപ്പെടുന്ന പ്രമേയം ഇപ്പോൾ ലോക്സഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഈ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രമേയം ലോക്സഭയുടെ, അതായത് പ്രമേയത്തിന് അവതരണാനുമതി നൽകുകയാണെങ്കിൽ ജ്ഞാനേഷ് കുമാർ ആ കാലഘട്ടത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തുടരുമോ എന്ന കാര്യവും, അതായത് താൽക്കാലികമായി ചുമതല മറ്റാർക്കെങ്കിലും നൽകുമോ എന്ന കാര്യവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൗതുകം ഉണർത്തുന്നുണ്ട്. ഏതായാലും ജ്ഞാനേഷിനെതിരായ നീക്കം കടുപ്പിക്കുവാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.